എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഈ ഒരു ചൂട് കാലത്ത് നമ്മുടെ വീട്ടില് ഫ്രൂട്ട്സോ നാരങ്ങയോ ഒന്നും തന്നെ ഇല്ലാത്ത സമയത്ത് ഇതുപോലെ ഒന്നും ഉണ്ടാക്കി കുടിക്കുവാണെങ്കിൽ നമ്മുടെ ദാഹം അകറ്റാനും അതുപോലെ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന ക്ഷീണം അകറ്റാനും സാധിക്കും. നല്ല ടേസ്റ്റ് ഉണ്ട് ഇതുപോലെ ഉണ്ടാക്കി കുടിക്കാനായിട്ട്. ഇനിയിപ്പോ നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാവർക്കും കുടിക്കാനായിട്ട് ഈ പാനീയം തന്നെ മതിയാകും. അപ്പൊ നോക്കിയാലോ എങ്ങനെയാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ഡ്രിങ്ക് തയ്യാറാക്കി എടുക്കണമെന്ന് നമ്മുടെ വീഡിയോയിൽ കൂടെ നമുക്ക് കാണാം. വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ ലൈക്ക് തരാൻ മറക്കല്ലേ. ഇന്ന് നമുക്ക് വളരെ ഈസി ആയിട്ട് നല്ലൊരു ഡ്രിങ്ക് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ നാരങ്ങയോ മറ്റുള്ള ഫ്രൂട്ട്സുകളോ ഉപയോഗിക്കുന്നില്ല. ഇന്നത്തെ ഡ്രിങ്കിനായിട്ട് ഞാനിതുപോലെ അരമുറി നാളികേരമാണ് എടുത്തിട്ടുള്ളത്. നാളികേരം എടുക്കുമ്പോൾ നമ്മൾ ആ പൊട്ടിച്ചിട്ട് നാളികേരം ഒന്ന് ഉടച്ചതിന് ശേഷമായിട്ടുള്ള നാളികേരമാണ് കേട്ടോ എടുക്കേണ്ടത്. കാരണം ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് എടുക്കുന്ന നാളികേരം നിങ്ങൾ എടുക്കരുത്. കാരണം ഫ്രഷ്നെസ് ആയിട്ട് തന്നെ ഉണ്ടാക്കുമ്പോഴാണ് ആ ഒരു ഫ്ലേവർ ഒക്കെ കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഈ നാളികേരം ഒന്ന് തിരുമ്മി എടുത്തിട്ട് വരാം. നാളികേരം ഞാനിവിടെ തിരുമ്മി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇതുപോലൊരു കഷ്ണം ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത്. കൂടെ തന്നെ ഒരു 5 ഏലക്ക കൂടി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ എടുത്തിട്ടുള്ള ഏലക്ക വളരെ ചെറുതായത് കൊണ്ടാണ് 7 എണ്ണം എടുത്തിട്ടുള്ളത്. നമുക്ക് ഈ ഏലക്കയുടെ തോലെല്ലാം ഒന്ന് കളഞ്ഞെടുക്കാം. അങ്ങനെ ഞാനിവിടെ ഇഞ്ചി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ ഏലക്കയുടെ തോലെല്ലാം കളഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ നാളികേരം മിക്സർ ജാറിലേക്ക് മാറ്റാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം. ഞാനിവിടെ ഒരു 5 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർക്കുന്നുണ്ട്. പഞ്ചസാരയുടെ ഒപ്പം തന്നെ ഒരു നുള്ളു ഉപ്പും കൂടി ചേർക്കാം. ഇനി കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ആദ്യമേ ഒന്ന് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള വെള്ളം കൂടെ ചേർത്ത് വേണം നമുക്ക് അരച്ചെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. അങ്ങനെ നമ്മളിവിടെ നാളികേരം ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കിയുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ ആവശ്യാനുസരണം വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി പെട്ടെന്ന് തന്നെ ഒന്നുകൂടെ കറക്കിയെടുത്തിട്ട് വരാം. ഇതുപോലെയാണ് നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിത് ഒരു അരിപ്പയിലൂടെ ഒഴിച്ച് അരച്ചെടുക്കാം. നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് നാളികേരപ്പാല് മുഴുവനും തന്നെ നമുക്ക് ഈ പാത്രത്തിലേക്ക് ഒഴിച്ച് മാറ്റാം. ഇനി നമുക്ക് ഈ നാളികേരപ്പാല് ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് ഈ ഗ്ലാസ്സുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മൾ 4 ഗ്ലാസ്സിലേക്കാണ് നാളികേര പാല് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഗാർണിഷിനായിട്ട് ഒരു കാര്യം കൂടെ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഫാഷൻ ഫ്രൂട്ട് ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങളുടെ കൈവശം എന്താണോ ചിയാ സീഡ് ആണ് ഉള്ളതെങ്കിൽ ചിയാ സീഡ് ചേർക്കാം. ഫാഷൻ ഫ്രൂട്ടിന്റെ ഉള്ളിൽ നിന്നും ആ ഒരു കാമ്പ് നമുക്ക് എടുത്തിട്ട് വരാം. ഇനി നമുക്കിതിൽ നിന്നും കുറേശ്ശെ കോരി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ ഒരു നാളികേര പാലിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ ഒരു ഫാഷൻ ഫ്രൂട്ടിന് നല്ല മധുരമാണ് കേട്ടോ, പുളിപ്പൊന്നുമില്ല. ഇനി നമുക്കിതൊന്ന് നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് തണുപ്പിച്ച് കുടിക്കാനാണ് ഇഷ്ടമെങ്കിൽ തണുപ്പിച്ച് കുടിക്കാം. ഇത് അടിച്ച ഉടനെ തന്നെ കുടിക്കുന്നതാണ് കേട്ടോ നല്ലത്. നമ്മൾ ഫ്രിഡ്ജിലേക്കൊന്നും വെച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് ഐസൊക്കെ ചേർത്ത് കുടിക്കാനാണ് താല്പര്യമെങ്കിൽ അങ്ങനെയും നിങ്ങൾക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയും ഇത്രയിലോട്ട് കൂട്ടുകാരെ. ഈ ഒരു ചൂട് കാലത്ത് നമ്മുടെ ദാഹം മാറാനും നമ്മുടെ ക്ഷീണം മാറാനും വളരെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. തയ്യാറാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്കിന്റെ സ്വാദ് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായിട്ടും ചേച്ചിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും കമന്റ്സ് ആയിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരെ ഒത്തിരി സ്നേഹത്തോടെ വീണ്ടും കാണാം.